വക്രദൃഷ്ടി തുടരുന്നു. മന്ത്രിമാരെ കാത്ത് കുട്ടികളെ വെയിലത്ത് നിർത്തരുതെന്നും കുട്ടികളെയും സ്ത്രീകളെയും കൊണ്ട് താലപ്പൊലി എടുപ്പിക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് നല്ല പ്രതികരണം ഉണ്ടാക്കിയിരുന്നു. താലപ്പൊലി മഹാമഹം കാര്യമായി ഒഴിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ കുട്ടികളെ വെയിലത്ത് നിർത്തുന്നത് അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പല സർക്കാർ പരിപാടികളുടെയും വേദി സ്കൂളുകൾ ആവുമ്പോൾ പ്രത്യേകിച്ചും. കൃഷിമന്ത്രി സുനിൽ കുമാറിനെ കാത്ത് മണിക്കൂറുകളാണ് കുട്ടികളെ വെയിലത്ത് നിർത്തിയത്. മന്ത്രിമാർക്ക് സ്വീകരണങ്ങളും മറ്റും നൽകുന്ന ഘട്ടത്തിൽ ഈ കുട്ടികളെ കൊണ്ടുപോയി നിർത്തുക, പിന്നെ സ്ത്രീകളെ നിർത്തി താലപ്പൊലി എടുക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഒഴിവാക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് പൊതുവെ ഉള്ളത്. ചില മന്ത്രിമാർ തന്നെ അവിടെ ഉന്നയിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറയുന്നത്, കേരളത്തിലാകെ അത്തരത്തിലുള്ള പരിപാടികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന ഒരു പൊതു അഭിപ്രായം ഉണ്ട്. നിയമസഭയിൽ ബഡ്ജറ്റ് ചർച്ചയുടെ സമാപന ദിവസമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ മറുപടി പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സഭ പിരിയാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വരാൻ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ വൈകിയത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ക്ഷമ ചോദിക്കുകയാണ്. എല്ലാ കുട്ടികളും 3 കാലിന് തന്നെ പോകേണ്ട കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ കുട്ടികളെ കൊണ്ടുപോയി നിർത്തുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഒഴിവാക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് പൊതുവെ ഉള്ളത്. കീടനാശിനി പ്രയോഗത്തിനുള്ള പമ്പിൻ്റെ വിതരണം കഴിഞ്ഞപ്പോഴാണ് മന്ത്രിക്ക് അപകടം മണത്തത്. ജൈവ കൃഷിയാണല്ലോ കൃഷി വകുപ്പിന്റെ നയം തന്നെ. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ, ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയായുഗത്തിൽ. ഗവൺമെന്റിന്റെ നയം കീടനാശിനിയുടെ പ്രയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇത് കീടനാശിനി പ്രയോഗത്തിനുള്ളതല്ല, ഇത് ജൈവ കീടനാശിനി പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ നൽകുന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് കീടനാശിനികളുടെ നിയന്ത്രണം ശക്തമായി കൊടുക്കുമ്പോൾ, ഒരു മന്ത്രി കീടനാശിനി അടിക്കാനുള്ള കൊടുക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇത് ജൈവ കീടനാശിനി അടിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ കൊടുക്കുന്നത്. വീണ്ടും നിയമസഭയിലേക്ക് വരാം. എം സ്വരാജിൻ്റെ മത്തായി സുവിശേഷ പ്രസംഗത്തിൽ ഇന്ന് സഭയിൽ വ്യക്തിപരമായ വിശദീകരണം നൽകി സ്വരാജ്. പക്ഷേ വിശദീകരണത്തിലും പരിഹാസത്തിൻ്റെ മൂർച്ച കുറയുന്നില്ല. ബൈബിളിനെ ആഴത്തിൽ അറിയാതെ പോയതാണ് തെറ്റ്, പ്രതിപക്ഷത്തെ പരിഹസിക്കാനല്ല മത്തായിയും താനും ശ്രമിച്ചത് എന്നുവരെ പറഞ്ഞു സ്വരാജ്. ബഹുമാനപ്പെട്ട സ്പീക്കർ, ബജറ്റ് ചർച്ചയുടെ ഭാഗമായി ഇവിടെ ഞാൻ നടത്തിയ ബൈബിളിലെ ഒരു പരാമർശം സഭയ്ക്കകത്തും പുറത്തും വിവാദമായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായ ഒരു വിവാദമാണ്. ശൂന്യതയിൽ നിന്നുണ്ടായ ബഹളമെന്നും മറ്റും ഷേക്സ്പിയറും മറ്റും പരാമർശിച്ചതിന് തുല്യമാണ്. ബൈബിളിൻ്റെ ഭാഷയും പ്രയോഗങ്ങളും സാഹിത്യവും വളരെ സവിശേഷമായിട്ടുള്ളതാണ്. സവിശേഷമായ ഭാഷ, പ്രതീകാത്മകമായ പ്രയോഗങ്ങൾ, അതുല്യമായ സാഹിത്യഭാവം, ഇതുകൊണ്ട് സമ്പന്നമാണ് ബൈബിൾ. ഇത് ഒറ്റ വായനയിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ യഥാർത്ഥത്തിൽ പറയുന്നത് പന്നികളെയും നായ്ക്കളെയും കുറിച്ചൊന്നും അല്ല. ഒറ്റ വായനയിൽ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. അമൂല്യമായത് അനർഹമായവർക്ക് അർഹിക്കുന്ന ഗൗരവത്തോടെ സമീപിക്കാനാവില്ല എന്ന സന്ദേശം മാത്രമാണ് അതിൽ പറയുന്നത്. അതിന് പകരം തെറ്റായ നിലയിലാണ് പലർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബൈബിൾ ആഴത്തിൽ പഠിക്കാത്തതുകൊണ്ടും ബൈബിളിന്റെ ഹൃദയത്തെ സ്പർശിക്കാത്തതുകൊണ്ടുമാണ്. പത്രങ്ങളിലും മറ്റും വന്ന വാർത്തകളായിരിക്കും ഒരുപക്ഷെ ചിലരെ അങ്ങനെ വഴിതെറ്റിച്ചിട്ടുണ്ടാവോ എന്ന് ഞാൻ കരുതുന്നു. ഏതെങ്കിലും അംഗങ്ങളെയോ അംഗത്തെയോ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല മത്തായി അത് എഴുതിയതും ഞാനതിവിടെ പറഞ്ഞതും. സത്യത്തിൽ മത്തായി ഒരു കുഴപ്പക്കാരനെ അല്ല എന്ന് ഈ സഭയുടെ മുൻപാകെ ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. മത്തായിയെക്കുറിച്ചും മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാനൊരു മഹാസാധു ഇങ്ങനെ നടക്കുന്നു. ഇതുപോലെ
ശൈലി മാറ്റിയതിലും പിണറായിയുടെ ശിഷ്യനായ സ്വരാജ് പിണറായിയെ അനുകരിക്കണം. സഭയിലെ പുതിയ അംഗം എന്ന നിലയിൽ സ്വരാജിന് കുറച്ചുകൂടി വിനയം ആകാവുന്നതാണ്. സാഹിത്യ ഭംഗിയിൽ സംസാരിക്കുന്നതിനൊപ്പം പെരുമാറ്റ ഭംഗിയും ശീലിക്കാം. സർക്കാർ നയങ്ങളെ പ്രതിരോധിക്കാനും പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കാനും സ്വരാജിന് ബാധ്യതയുണ്ട്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയിൽ വലതുകാൽ വച്ച് ആദ്യമായി എത്തിയതല്ലേ ഉള്ളൂ. 50 വർഷത്തെ സഭാപ്രവർത്തന പാരമ്പര്യമുള്ള KM മാണിയെപ്പോലുള്ള അതികായന്മാരുണ്ട് പ്രതിപക്ഷത്ത്. നിയമസഭാ നടപടിക്രമങ്ങളും ചട്ടങ്ങളും ആദ്യം നോക്കിയും കണ്ടും പഠിക്കൂ. അതിനു പകരം കന്നിപ്രസംഗത്തിൽ തന്നെ പ്രതിപക്ഷത്തുള്ളവരെല്ലാം വിവരമില്ലാത്തവരും പുസ്തകവും ബൈബിളും വായിക്കാത്തവരുമാണെന്ന ധ്വനിയും വാക്കുകളും ഒഴിവാക്കേണ്ടതാണ്. മൈതാന പ്രസംഗമല്ല സഭയിൽ നടത്തേണ്ടതെന്ന് സ്വരാജ് ഓർക്കണം. സഭയിൽ ഇത് പരാമർശിച്ച VD സതീശന് പോലും സ്വരാജിനെ ഉപദേശിക്കാൻ കഴിഞ്ഞില്ല. വിശദീകരണത്തിന് ചർച്ച പാടില്ലാത്തതാണ്. പിന്നെ എങ്ങനെ ചർച്ച ചെയ്യും? അത് അനുവദിക്കാൻ വേണ്ടി സാർ, ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ ഞാനൊരു ക്രമപ്രശ്നം ഉന്നയിക്കുകയാണ്. റൂൾ 303 അനുസരിച്ച് ഒരു ക്രമപ്രശ്നം ഉന്നയിക്കുകയാണ്. ഞാൻ പറയാം, കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഈ ഭാഗമല്ല അദ്ദേഹം അല്ലാതെ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് ഒഴിച്ചുള്ള ഒരാളും പുസ്തകം വായിക്കുന്ന ആളല്ല, പുസ്തകം കത്തിച്ച് കളയുന്ന ആളുകളാണെന്നുള്ളൊരു പരാമർശം നടത്തി. അദ്ദേഹം അന്ന് പരാമർശം നടത്തിയപ്പോൾ ഞങ്ങൾ ഇടപെടാതിരുന്നത് ഈ സഭയിലെ കീഴ്വഴക്കം അനുസരിച്ചിട്ട് ഒരാളുടെ ആദ്യത്തെ പ്രസംഗത്തിൽ ഇടപെടാൻ പാടില്ല എന്നുണ്ട്. ബൈബിള് വായിക്കാത്തവരും ഞങ്ങളിതുമായി ബന്ധമില്ലാത്തവരും ബൈബിളിൻ്റെ ഹൃദയം സ്പർശിക്കാത്ത ആളുകളുമാണ് എന്നൊക്കെ ഇങ്ങനെ ഈ സഭയിൽ പരാമർശം നടത്തുന്നത്. അദ്ദേഹം ആരെയും അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അത് ഉയർത്തിക്കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല. ഭാവിയുള്ള പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമാണ് സ്വരാജ്. പക്ഷേ കന്നി പ്രസംഗത്തിലെ അധിക പ്രസംഗം നന്നായില്ല. ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് വീണ ജോർജ് നടത്തിയ പ്രസംഗമെങ്കിലും സ്വരാജ് കേട്ട് പഠിക്കണം. ഇടവേളയ്ക്ക് ശേഷം ഒരു പോലീസ് പരാക്രമം. தண்ணி தொட்டி தேடி வந்த கண்ணு குட்டி நான் இந்த சூரியன் வழுக்கி சேத்தில் விழுந்தது மாமி என் கண்ணை கட்டி காட்டுல விட்டது சாமி சாமி.